നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിൽ ആശങ്ക മാറാതെ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിനൊരുങ്ങി ബിജെപി. തൃശൂർ പൂരം പ്രദർശനത്തിന് നാളെ തുടക്കമാകും. പൂരം പ്രദർശനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി പ്രദർശന കമ്മിറ്റി. ഇരിടിയം തട്ടിപ്പിൽ പോലീസിന് ലഭിച്ചത് 2 പരാതികൾ മാത്രം. തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകണമെന്ന് ചിലർ വാഗ്ദാനം നൽകിയതായി സൂചന. ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ല യാത്ര പതിവാകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റ് നൽകുന്നില്ല. പരിശോധന പേരിന് മാത്രം. അകമലയിലെ പരിസ്ഥിതി ലോല പ്രദേശത്തെ അനധികൃത റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തം. എംഎൽഎയുടെയും ഇടതുപക്ഷത്തിന്റെയും മൌനാനുവാദത്തോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തികളെന്ന് കോൺഗ്രസ്. ചേലക്കര അന്തിമഹാ കാളൻകാവ് വേല നാളെ. ചേലക്കര, തോന്നൂർക്കര, കുറുമല, പങ്ങാരപ്പിള്ളി, വെങ്ങാനല്ലൂർ, ചേലക്കോട് ദേശങ്ങളാണ് വേല പങ്കാളികൾ. വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ഇന്നലെ കോടതി അനുമതി നൽകിയിരുന്നു. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് 3 ഘട്ടം പൂർത്തീകരിച്ച് കൊക്കാല മുതൽ വെളിയന്നൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം മേയർ MK വർഗീസ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ACP സലീഷ് N ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ്. 320 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 66,160 രൂപയായി. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,270 രൂപയായി. കേരള പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പഴയന്നൂർ മാർട്ടിൻ മുകൾ കോളനിയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പരാതി അദാലത്തും നടത്തി. കുന്നംകുളം ACP CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ നവീകരിച്ച പൊതു കളിസ്ഥലം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പൊതുകളിസ്ഥലം ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ DCCയിൽ യൂസഫ് അലി കേച്ചേരി അനുസ്മരണവും സാഹിത്യ സംഗമവും സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. 5 നിലയിൽ നിർമ്മിക്കുന്ന വടക്കാഞ്ചേരിയിലെ പുതിയ കോടതി സമുച്ചയത്തിന്റെ സ്കെച്ചും പ്ലാനും പൊതുമരാമത്ത് അധികൃതർ ബാർ അസോസിയേഷന് കൈമാറി. ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് PWC അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ KO കുര്യാക്കോസ് മെമ്മോറിയൽ ഗ്രൗണ്ടിന്റെ പേര് പൊതുകളിസ്ഥലം എന്ന് മാറ്റി ബോർഡ് സ്ഥാപിച്ചു. ബോർഡ് പേര് മാറ്റി സ്ഥാപിച്ചതിനെതിരെ UDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്തു. ജോലിസ്ഥലത്ത് ആവശ്യം വന്നാൽ തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാനാണ് മെഡിക്കൽ കിറ്റുകൾ വിതരണം ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ഇഫ്താർ സംഗമം പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്തു. SCDU AITUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി KN രഘു, ജില്ലാ പ്രസിഡന്റ് മനു ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡൌൺ സിൻഡ്രോം ബാധിതരായവർക്ക് ഐക്യദാർഢ്യവുമായി മനുഷ്യചങ്ങല തീർത്തു. അധ്യാപക ബിന്ദു കിഷോർ ദിനാചരണ സന്ദേശം നൽകി. മറ്റം കരിസ്മ പാലസ് ഗ്രൗണ്ടിൽ ഞായറാഴ്ച നടക്കുന്ന ആദരം മാതൃഭാഷയ്ക്കും ആൻഡോ മാഷിനും എന്ന പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പാർപ്പിട മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. തൃശൂർ CMS LP സ്കൂളിൽ UKG കുട്ടികൾക്ക് ബിരുദദാനം നൽകി ആദരിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു.
തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാ വർക്കർമാർ. ഇതിന്റെ ഭാഗമായുള്ള അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ് വുമൺ കൌൺസിൽ തൃശൂർ ഡോളേഴ്സ് ഫറവോന സായാഹ്ന ധർണ നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സായാഹ്ന ധർണ കത്തോലിക്ക കോൺഗ്രസ് ഫറവോന ഡയറക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സ്നേഹപൂർവ്വം കയ്പമംഗലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. PS ഷാഹിർ അധ്യക്ഷനായി. പുണ്യ റംസാനിൽ 5 നിർധന കുടുംബങ്ങൾക്ക് ഭൂമി നൽകി പ്രവാസിയായ നാട്യാൻചിറ ആലക്കൽ അബ്ദുൾ ഹസീസ്. മാമണ്ണൻ മുൻഷി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടുകൂടിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയെന്ന് ഭൂമി നൽകിയത്. പാലപ്പിള്ളി കുണ്ടായിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. വാർഡ് മെമ്പർ ഷീല ശിവരാമന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനംവകുപ്പ് എത്തിച്ച കെണിക്കൂട് ഇന്ന് രാത്രി മുതൽ പ്രവർത്തന സജ്ജമാകും. വനംവകുപ്പ് മേഖലയിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ വീണ്ടും തവണയും പരിശോധിച്ചെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഗുരുവായൂർ തമ്പുരാൻ പടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ടാങ്കർ ലോറിക്ക് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. ടാങ്കറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ജപ്തി വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കും. ചേർപ്പ് പഞ്ചായത്ത് ഹാളിൽ ഞായറാഴ്ച നടക്കുന്ന കൺവെൻഷൻ സാമൂഹ്യശാസ്ത്ര ഗവേഷക ഡോക്ടർ J ദേവിക ഉദ്ഘാടനം ചെയ്യും. LME3 ബ്യൂട്ടി മാഗസിന്റെ നേതൃത്വത്തിൽ ഷീല സന്നിക്ക് സ്നേഹാദരവ് നൽകി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ആദരം നിർവഹിച്ചു. ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ ഫോറം ഇരിങ്ങാലക്കുട ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. റഷീദ് നൂറാനി മഹോദ്യ മുഖ്യപ്രഭാഷണം നടത്തി. രാത്രികാല വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന നിർദ്ദേശവുമായി KSEB. പകൽ സമയത്തേക്ക് വൈദ്യുതി ഉപയോഗം മാറ്റിയാൽ വൈദ്യുതി ബില്ലിൽ 35% വരെ ലാഭം നേടാനാകുമെന്ന് KSEB. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറനെല്ലൂർ പുത്തൻപീടികയിൽ യൂസഫ് അലി, മാടക്കത്തറ റായ്മാരക്കൽ വീട്ടിൽ ഷമീർ സോനു എന്നിവരെയാണ് അറസ്റ്റിലായത്. കേച്ചേരി കിഴാക്കളൂർ പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മറ്റം സ്വദേശി ഹെൻറി, കാർ യാത്രികൻ തൃശൂർ സ്വദേശി പരമേശ്വരൻ എന്നിവർക്ക് പരിക്കേറ്റു. എമ്പുരാൻ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡിൽ 1 മണിക്കൂർ 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളുടെ ബുക്കിംഗ് നടക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറൈഡും പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചാക്കുകളിലാക്കി പടക്കം സൂക്ഷിച്ചിരുന്നത്. മാളയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെന്തുരുത്തി സ്വദേശി അറക്കപ്പറമ്പിൽ 58 വയസ്സുള്ള രവിയാണ് മരിച്ചത്. മാളയിലെ ദന്തൽ ക്ലിനിക്കിലെ ജീവനക്കാരനാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടകര ദേശീയപാതയുടെ സർവീസ് റോഡരികിൽ മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ ഭക്ഷണശാല നടത്തിപ്പുകാരിയിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കി. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അറിയിച്ചു. K. കരുണാകരൻ സ്റ്റഡി സെന്റർ പുന്നിയൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി വനിതാ സംഗമവും റംസാൻ കിറ്റ് വിതരണവും നടന്നു. മുൻ KPC പ്രസിഡന്റ് K. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.